ഹലോ ഓൾ, നമ്മളിന്ന് ആമസോൺ S3 ബേസിക്സ് ആണ് പരിചയപ്പെടാനായി പോകുന്നത്. ആദ്യം തന്നെ ആമസോൺ S3 എന്നാൽ സിമ്പിൾ സ്റ്റോറേജ് സർവീസ് ആണ്. ആമസോൺ 2006 ലോഞ്ച് ചെയ്ത ആദ്യ സർവീസുകളിലൊന്നാണ് S3. ക്ലൗഡ് ബേസ്ഡ് സ്റ്റോറേജ് സർവീസായ S3 ഡേറ്റ സ്റ്റോർ ചെയ്യാനും റിട്രീവ് ചെയ്യാനും സഹായിക്കുന്നു. ആദ്യം തന്നെ കൺസോളിലേക്ക് സൈൻ ഇൻ ചെയ്യുക, S3 സെലക്ട് ചെയ്യുക. ഇവിടെ ക്രിയേറ്റ് ബക്കറ്റ് നൽകുക. ഒബ്ജക്റ്റ് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള കണ്ടെയ്നേഴ്സ് ആയിട്ടാണ് S3 ബക്കറ്റ് നിൽക്കുന്നത്. സോ ബക്കറ്റ് നെയിം കൊടുക്കുക, ഒരു യുണീക്ക് ബക്കറ്റ് നെയിം കൊടുക്കണം. അതിനുശേഷം റീജിയൻ സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം ഒബ്ജക്റ്റ് ഓണർഷിപ്പിൽ ACL എനേബിൾ ചെയ്യുക. ഇവിടെ ACL എനേബിൾ ചെയ്യുന്നത് വഴി നമുക്കൊരു സ്പെസിഫിക് ഒബ്ജക്റ്റിന് വേണ്ടി പെർമിഷൻസ് ലൈക്ക് റീഡ് റൈറ്റ് എന്നിവ നൽകാവുന്നതാണ്. അതിനുശേഷം ബ്ലോക്ക് ഓൾ പബ്ലിക് ആക്സസ് എന്നുള്ളത് അൺടിക്ക് ചെയ്യുക. അക്നോളജ്മെന്റ് ടിക്ക് ചെയ്യുക. ബക്കറ്റ് വെർഷനിങ് എല്ലാം ഇവിടെ ഡിസേബിൾ ആയി തന്നെ കിടക്കട്ടെ. ബാക്കി ബേസിക്സ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കൊരു ബക്കറ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മളുടെ ബക്കറ്റിലേക്ക് ഒരു ഒബ്ജക്റ്റിനെ ആഡ് ചെയ്യാം. സോ ഞാനൊരു ഫയലാണ് ആഡ് ചെയ്യാനായി പോകുന്നത്. സോ ആഡ് ഫയൽസ് കൊടുക്കാം. ഫോൾഡേഴ്സ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ആഡ് ഫോൾഡേഴ്സ് നൽകുക. സോ ഒരു ഫയൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ അപ്ലോഡ് നൽകാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ ഒബ്ജക്റ്റ് അപ്ലോഡ് ആയിട്ടുണ്ട്. അതിനുശേഷം ഒബ്ജക്റ്റിലേക്ക് പോവുക. ഒബ്ജക്റ്റിന്റെ URL ഹിറ്റ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ കാണാം നമ്മളുടെ ഒബ്ജക്റ്റ് പബ്ലിക്ലി ആക്സസിബിൾ അല്ല. സോ ആക്സസ് ഡിനൈഡ് ആണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ഒരു S3 ബക്കറ്റിലെ ഒബ്ജക്റ്റിനെ പബ്ലിക്ലി വിസിബിൾ ആക്കണമെങ്കിൽ ആ ഒബ്ജക്റ്റിന് സ്പെസിഫിക് ആയിട്ട് പബ്ലിക് ആക്സസ് നൽകേണ്ടതാണ്. സോ നമുക്ക് ഈ ഒബ്ജക്റ്റിന് പെർമിഷൻസിൽ ചെന്നിട്ട് പബ്ലിക് ആക്സസ് നൽകാം. സോ നേരത്തെ ബക്കറ്റിൽ ആക്സസ് കൺട്രോൾ ലിസ്റ്റ് എനേബിൾ ചെയ്തതുകൊണ്ട് തന്നെ ഇവിടെ ACL എഡിറ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇവിടെ പബ്ലിക് ആക്സസ് റീഡ് നൽകുന്നു. അതിനുശേഷം അക്നോളജ്മെന്റ് ടിക്ക് ചെയ്യുക ആൻഡ് സേവ് ചേഞ്ചസ് നൽകുക. അതിനുശേഷം വീണ്ടും നമുക്ക് ആ ഒരു URL ഹിറ്റ് ചെയ്യാം. സോ ഇതാണ് എൻ്റെ ഒബ്ജക്റ്റ്. ഇപ്പോൾ എൻ്റെ ഒബ്ജക്റ്റ് പബ്ലിക്ലി വിസിബിൾ ആണ്. ഇതുപോലെ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റും S3 വഴി ഹോസ്റ്റ് ചെയ്യാവുന്നതാണ്. നേരത്തെ ഞാനൊരു സ്റ്റാറ്റിക് വെബ്സൈറ്റ് എൻ്റെ S3യിൽ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളെ ഒന്ന് കാണിക്കാം. സോ ബക്കറ്റ് എടുക്കുക. സോ ഇതായിരുന്നു എൻ്റെ സ്റ്റാറ്റിക് വെബ്സൈറ്റിന് വേണ്ടിയിട്ടുള്ള ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ്. സോ ഒരു HTML വെബ്സൈറ്റ് ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത്. സോ ഞാൻ ആ ഒരു വെബ്സൈറ്റിൻ്റെ ഒബ്ജക്റ്റിനെ എടുക്കുന്നു, അതിൻ്റെ ഒബ്ജക്റ്റ് URL ഹിറ്റ് ചെയ്യുന്നു. സോ ഇതായിരുന്നു എൻ്റെ സ്റ്റാറ്റിക് വെബ്സൈറ്റ്. സോ ഇതുപോലെയാണ് ഒരു വെബ്സൈറ്റ് S3യിൽ ഹോസ്റ്റ് ചെയ്യുന്നത്. സോ ഇത്രയുമാണ് ആമസോൺ S3 ബേസിക്സ് ആൻഡ് താങ്ക് യു.